ശംശായിരിക്കട്ടെ. നമ്മൾ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹിത എന്ന പരമ്പരയുടെ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ നമുക്ക് ചിന്താവിഷയമാക്കുന്നത് ഒന്നാമത്തെ വാല്യത്തിൽ 23, 24, 25 കണ്ണികകളിൽ പ്രതിപാദിക്കുന്ന സ്നാപക യോഹന്നാൻ്റെ ജനനവും അത് കഴിഞ്ഞ് 24 പ്രതിപാദിക്കുന്ന സ്നാപക യോഹന്നാൻ്റെ പരിച്ഛേദന കർമ്മവും 25-ാമത്തെ ഭാഗത്ത് ദേവാലയത്തിലുള്ള സമർപ്പണവും നമ്മളിതൊക്കെയാണ് ഇന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ആ 24-ാമത്തെ ഭാഗത്ത് പറയുന്ന പരിച്ഛേദനത്തിൻ്റെ ആ കർമ്മത്തിൻ്റെ സമയത്തുണ്ടാകുന്ന ആ വലിയ അത്ഭുതം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ധ്യാനിക്കാനും ആ ഒരു അന്തരീക്ഷം, ആദ്യത്തെ സ്നാപക യോഹന്നാൻ്റെ ജനനത്തിൻ്റെ ആ ദിവസം പരിശുദ്ധ കന്യാമറിയം അവരുടെ കൂടെ തന്നെ ഉണ്ട്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജ്ഞാനം, ദൈവിക ജ്ഞാനം അവളെല്ലാം ഏറ്റവും സുന്ദരമായി ക്രമീകരിക്കുവാൻ ശക്തിപ്പെടുത്തുന്നുണ്ട്. അവൾ അന്ന് വൈകിട്ട് ക്ഷീണിതയായ എലിസബത്തിനെയും കൂട്ടി ശരീരത്തിനും മനസ്സിനും അല്പം ഉല്ലാസത്തിനു വേണ്ടി പുറത്തോട്ട് കൊണ്ടുപോവുകയാണ്. അവിടെ പ്രാക്കളെ, ഒരുപക്ഷെ എലിസബത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ പ്രാക്കളുടെ അടുത്ത് പോയി അതുമായിട്ടൊക്കെ സംസാരിച്ച്, അപ്പോൾ ആട്ടിടയൻ ആടുകളുമായി വന്നു, അതിനെയും കണ്ട് സന്തോഷിച്ച്. അപ്പോൾ ഇങ്ങനെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സാമീപ്യം, സാന്നിധ്യം വലിയ കൃപയുടെ, അനുഗ്രഹത്തിൻ്റെ ഒരു വഴിയായിട്ട് മാറുകയാണ്. അവൾ ഈ മൃഗങ്ങളെയോ പക്ഷികളെയോ മാത്രമല്ല, അവൾ പരിചാരികയായിട്ടുള്ള, വൃദ്ധയായിട്ടുള്ള പരിചാരിക സാറ ആ സമയത്ത് അവിടെ ഉണങ്ങിയ തുണി എടുക്കുവാൻ വേണ്ടി, ബെഡ്ഷീറ്റൊക്കെ എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവൾ പോയി ആ വൃദ്ധയെ സഹായിച്ചുകൊണ്ട് പറയുന്ന പ്രോത്സാഹന വചനങ്ങളൊക്കെ, ഇത് നിനക്ക് മാത്രമേ ഇത്രയും ഭംഗിയായിട്ട് വെളുപ്പിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ആ പരിചാരികരെയും എലിസബത്തിനെയും സക്കറിയായും എല്ലാം അവളൊരു ബലം കൊടുക്കുകയാണ്. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്ന ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 2-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, രൂപരഹിതവും ശൂന്യവുമായ അന്ധകാരം മുകളിൽ വ്യാപിച്ചിരുന്ന അവിടെ ദൈവത്തിൻ്റെ ചൈതന്യം കളിയാടി. ആ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സാമീപ്യത്തിൽ കൂടി ഈ ദൈവത്തിൻ്റെ ചൈതന്യം തന്നെയാണ് തൻ്റെ പ്രവൃത്തിയിൽ കൂടി അവൾ ചെയ്യുന്നതെല്ലാം പുഞ്ചിരിയോടെ, എന്നാൽ പ്രാർത്ഥനാമയമായിട്ട് തന്നെ അവൾ ചെയ്യുന്നു. ആ ദിവസം രാത്രി ആരും ഉറങ്ങിയിട്ടില്ല. കാരണം എലിസബത്തിന് പ്രസവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എലിസബത്തിന് പേടിയുമുണ്ട്, താൻ മരിച്ചു പോകുമോ, കാരണം വൃദ്ധയാണ്, തൻ്റെ ഈ സഹനങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ശാരീരികമായിട്ട് ഉൾക്കൊള്ളുവാൻ പറ്റുമോ. അപ്പോഴെല്ലാം പരിശുദ്ധ കന്യാമറിയം ബലം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സക്കറിയായെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് ആ ദിവസം രാവിലെ ഉണ്ണി പിറന്നതിൻ്റെ സന്തോഷം. എലിസബത്ത് പല പ്രാവശ്യം ബുദ്ധിമുട്ട് വരുമ്പോൾ ശിശുവിനെ, ആ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉദരത്തിലുള്ള ശിശുവിനെ സ്പർശിക്കുമ്പോൾ ശക്തി കിട്ടുന്നു. അതുപോലെ ഉണ്ണി പിറന്നതിന് ശേഷം കരയുന്ന കുട്ടിയെ പരിശുദ്ധ കന്യാമറിയം ഒന്ന് തൊട്ടപ്പോൾ തന്നെ ശാന്തമാകുന്നു. ഇതൊക്കെയാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള വലിയ അനുഭവം. നമ്മൾ ആ 2-ാമത്തെ 24-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ പരിച്ഛേദനത്തിൻ്റെ കർമ്മങ്ങളാണ്. എലിസബത്ത് വളരെ സുന്ദരമായി ഒരുങ്ങി പ്രൗഢഗംഭീരമായി ആ ശിശുവിനെയും കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അടുത്തുള്ളവരും ബന്ധുക്കളുമെല്ലാം വന്ന് അവരോട് പറയുന്നു, ആ കുട്ടിക്ക് സക്കറിയ എന്ന് പേരിടണം.
പക്ഷേ എലിസബത്ത് വളരെ ശക്തമായി പറയുന്നു, ഇല്ല, അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവർ സംതൃപ്തരല്ല. അവരുടനെ സക്രിയാസിൻ്റെ അടുത്ത് പോയി എഴുത്തുപലകയിൽ അവൻ ഉത്തരം കൊടുക്കുകയാണ്, അവൻ്റെ പേര് ജോൺ എന്നാകണം. ഇതാണ് ആ ദൈവത്തിൻ്റെ സ്വർഗദൂതൻ വന്ന് 1-ാം അധ്യായത്തിലെ 13-ാം വചനത്തിൽ പറയുന്നത്, അവനെന്ന് ജോൺ എന്ന് പേരിടണം. 1-ാം അധ്യായം തന്നെ 51-ാമത്തെ വചനത്തിൽ നാട്ടുകാരും വേണ്ടപ്പെട്ടവരും അവന് സക്രിയ എന്ന് പേരിടണമെന്ന് പറയുന്നു. 60-ാമത്തെ വചനത്തിൽ എലിസബത്ത് പറയുന്നു, അല്ല, അവന് യോഹന്നാൻ എന്ന്. 63-ാമത്തെ വചനത്തിൽ സക്രിയ അതിനെ ആ യോഹന്നാൻ എന്ന് തന്നെ പേര് വേണമെന്ന് പറയുമ്പോൾ അവൻ്റെ നാവിൻ്റെ കെട്ടുകൾ അഴിയുകയാണ്. അവൻ പ്രവചന ഗീതം ആലപിക്കുകയാണ്. ആ രക്ഷകന് വേണ്ടി വഴിയൊരുക്കാനുള്ളവൻ വരുന്ന ആ ഭാഗം അവിശ്വസിച്ചതുകൊണ്ട് എനിക്ക് വന്ന ആ പാപത്തിൻ്റെ അല്ലെങ്കിൽ കുറവിൻ്റെ മേഖലകളെല്ലാം അവൻ അനുദപിക്കുകയാണ്. അവൻ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ ദൗത്യത്തിൻ്റെ എന്തെങ്കിലും തോൽവി അതവനെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. അവൻ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അടുത്ത് വന്ന് അപ്പോഴേക്കും അവനും വെളിപ്പെട്ട് കിട്ടി, രക്ഷകനെ മാതാവ് പരിശുദ്ധ കന്യാമറിയം ഉദരത്തിൽ പേറുകയാണെന്ന്. ആ മാതാവിനോട് പറയുന്നത്, ജീവിക്കുന്ന ദേവാലയം നീയാണ്, നിന്റെ ദേവാലയത്തിൽ ഒരു ശുശ്രൂഷകനായി, ഒരു പരിചാരകനായി എന്നെ സ്വീകരിക്കണമേ എന്നുള്ളതാണ്. ആ പരിച്ഛേദന കർമ്മം, ദൈവത്തിൻ്റെ പ്ലാന് എലിസബത്തും സക്രിയായും പാലിച്ചപ്പോഴവിടെ അത്ഭുതം നടക്കുന്നതാണ്. ഇനി നമ്മൾ ആ ദേവാലയത്തിൽ സമർപ്പണം, അതിനുവേണ്ടി അവർ യാത്രയായി ബെത്ലഹേമിലേക്ക് പോകുന്നു. അവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം അതൊരു ആഘോഷത്തിൻ്റെ ഒരു മേഖല മാത്രം. പക്ഷെ അവിടെ കൂടിയിരുന്നവരെല്ലാം സംശയിക്കുന്ന 2 കാര്യം. ഒരുപക്ഷെ എലിസബത്ത് അമ്മയാണോ? കാരണം ഇത്രയും പ്രായമായ ഒരു സ്ത്രീ എങ്ങനെ ഒരു ശിശുവിനെ പ്രസവിക്കും? മേരിയാണോ എന്നുള്ള സംശയത്തിനും അവർക്ക് കാരണം മേരി ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയാണ്. പിന്നീട് അവർ എലിസബത്താണ് അമ്മയെന്ന് അറിയുമ്പോൾ അത്ഭുതം കൂറിക്കൊണ്ട് അവർ പറയുന്നു, ഈ ശിശു ആരായിത്തീരും. അപ്പം നമുക്ക് ഈ കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം, അതിലെല്ലാം ഉപരി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ആ സാന്നിധ്യം, ആ അനുഭവം, അതെന്തുമാത്രം അനുഭവങ്ങൾ വരുന്നു, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ധ്യാനിക്കാം. ആമേൻ.